ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് നാളായില്ലേ നമ്മൾ കണ്ടിട്ട്, ഏകദേശം 3 മാസമായിട്ടുണ്ടാവും. ആക്ച്വലി എനിക്ക് എക്സാംസ് ആയിരുന്നു, പിന്നെ ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് കുറച്ച് എൻഗേജ്ഡ് ആയിപ്പോയി. സോ അതുകൊണ്ടൊക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. ഒരുപാട് പേര് കേട്ടോ, ഒരുപാട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇൻസ്റ്റാഗ്രാം വഴിയായാലും യൂട്യൂബിൽ കൂടി ആയാലും കമന്റ് ചെയ്തിട്ടൊക്കെ ആയാലും എന്നെ കോൺടാക്ട് ചെയ്തിട്ട് എന്താണ് വീഡിയോസ് ചെയ്യാത്തത്, എന്താണ് കാണാനില്ലല്ലോ, മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇത് മാത്രമല്ല, ഇതിനിടയ്ക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പഴയ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് തന്നെ ഒരുപാട്, ഏകദേശം ഒരു 15K. അപ്പോൾ ഞാൻ വളരെ കുറച്ച് വീഡിയോസേ ചെയ്തിട്ടുള്ളൂ. ഇടവിട്ടാണ് വീഡിയോസ് ചെയ്തത്. എന്നിട്ട് പോലും ഇത്രയും പേരെന്നെ സ്നേഹിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ മോണിറ്റൈസേഷൻ ഇങ്ങനെ ആയിട്ടുണ്ട്, പക്ഷെ എനിക്ക് വിഡ്രോ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. എമൗണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതും അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് അർഹതപ്പെട്ടവർക്ക് തന്നെ ആയിരിക്കും. അതുപോലെ എനിക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തത് ഒരുപാട് പേരുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. സോ എല്ലാവരുമായിട്ടായിരിക്കും ആ ഒരു ഫസ്റ്റ് പേയ്മെന്റ് വിഡ്രോ ചെയ്യുമ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാം. ഇതെൻ്റെ വാക്കാണ്, എല്ലാവരും പറയുന്ന പോലെയല്ല, ഒരു വാക്കേ ഉള്ളൂ. ഓക്കെ. സോ പിന്നെ ഞാൻ വീഡിയോസ് ഇടയ്ക്ക് ഭയങ്കര മടിയായി പോയിട്ടോ. കുറച്ച് നാൾ വീഡിയോസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങ് ഇരിക്കും. കുറച്ച് മടി കൂടുതലുള്ള കൂട്ടത്തിലാണ്. ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ ചെയ്യും. അപ്പോൾ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കമൻസ്, ലൈക്സ്, ഷെയർസ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനായിട്ടൊരു പ്രചോദനം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള വീഡിയോക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, പുതിയ സബ്സ്ക്രൈബേഴ്സ് വരും എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുപാട് പേരെന്നെ വാട്സാപ്പ് വഴി, ഇൻസ്റ്റഗ്രാം വഴി, കമന്റ് ബോക്സിലൂടെയൊക്കെ എന്നെ അന്വേഷിച്ചിരുന്നു. അവർക്കെല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഇത്രയും പേര്, ഏകദേശം 15K-ഓളം ആയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ്. അത് ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ചെയ്യാഞ്ഞിട്ട് പോലും, ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്തിട്ട് പോലും ഇത്രയും പേര് എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്തു, എൻ്റെ ഫാമിലിയിലെ മെമ്പർ ആയതിന് താങ്ക് യു സോ മച്ച്. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോണത് മെയിൽ സെക്ഷൽ ഹെൽത്തിനെ കുറിച്ചിട്ടാണ്. അതായത് ഈ PPP-നെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഈ പേർലി പീനൈൽ പാപ്യൂൾസിനെ കുറിച്ചിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം. ഇതിന്റെ ഒരു അപ്പിയറൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു 1 to 4 millimeter വലുപ്പത്തിലായിരിക്കും ഇത് കാണുന്നത്. ചിലർക്ക് വൈറ്റ് ആയിരിക്കാം, ചിലർക്ക് സ്കിൻ കളർ ആയിരിക്കാം, ചിലർക്ക് യെല്ലോയിഷ് ആയിരിക്കാം, ചിലർക്ക് ലൈറ്റ് പിങ്ക് കളറിലുള്ള ചെറിയ കുരുക്കൾ, ബംസ് പോലെ ഈ ഒരു ഗ്ലാൻഡ്, അതായത് ഈ ഒരു പീനിസിന് ചുറ്റുമുള്ള ആ ഒരു ഹെഡിന്റെ ആ ഒരു പിന്നിലായിട്ട് താഴത്തെ ഭാഗത്തിലായിട്ട് ഒരുപാട് തരം കുരുക്കൾ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിന്, റിംഗ് ഷേപ്പിന് കാണുന്നതാണ് ഇതിന്റെ ഒരു രീതി. ഹെർസിറ്റോയിഡ് പാപ്പുലോമാസ് എന്നും പറയും, കൊറോണ ഗ്ലാൻസ് എന്നൊക്കെ അറിയപ്പെടും. ഇത് എന്താണെന്ന് വെച്ചാൽ, ഈ പുരുഷന്മാരുടെ പീനിസിന്റെ ആ ഒരു ഹെഡിന് ചുറ്റുമായിട്ട് ചെറിയ കുരുക്കൾ, അതായത് ഒരു ചൂടുകുരു പോലെ, ആ ഒരു മടക്ക് അല്ലെങ്കിൽ ആ ഒരു ഹെഡിന്റെ ആ ഒരു റിങ്ങി പോലുള്ള ഭാഗത്ത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വെട്ടിന് ചുറ്റും, അല്ലെങ്കിൽ ആ ഒരു കൊറോണ ഗ്ലാൻസ് എന്നൊക്കെ പറയും, ആ ഭാഗത്ത് ചെറിയ കുരുക്കൾ. ഇറ്റ്സ് ലൈക്ക് ചൂടുകുരു പോലെ ചെറിയ കുരുക്കൾ. അത് ചിലപ്പോൾ വൈറ്റ് കളർ ആകാം, ചിലർക്ക് യെല്ലോയിഷ് ആകാം, ചിലർക്ക് പിങ്ക് കളർ ആകാം, ഒരു ഫ്ലഷിന്റെ ഒക്കെ കളർ, നമ്മുടെ സ്കിന്നിന്റെ കളറിൽ ചെറിയ കുരുക്കൾ ചൂടുകുരു പോലെ കാണപ്പെടാറുണ്ട്. അപ്പോൾ അത് പലർക്കും ഭയം എന്താന്ന് വെച്ചാൽ, ഇത് ഇനി എന്തെങ്കിലും മാറാരോഗമാണോ, ക്യാൻസറസ് ആണോ, എയ്ഡ്സ് ആണോ, HIV ആണോ, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസോ രോഗങ്ങളോ ആണോ എന്നൊക്കെ പലർക്കും പേടിയുണ്ടാവും. ആക്ച്വലി ഇത് ഈ പറഞ്ഞ ഒരു തരം രോഗങ്ങളുമല്ല. ഇതിന്റെ റീസൺ, എന്തുകൊണ്ടാണ് ഈ PPP ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, ആക്ച്വലി ദ റീസൺ ഈസ് അൺനോൺ. ആർക്കും ഇത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. റീസൺ അൺനോൺ ആയിട്ടാണ് പറയപ്പെടുന്നത്. പിന്നെ ഇത് ആക്ച്വലി പലർക്കും ഇപ്പോൾ പുരുഷന്മാർക്കാണെങ്കിലും ഇത് ഈ ഒരു അവസ്ഥ ഉള്ളവർക്ക് ഭയങ്കരമായിട്ടൊരു ടെൻഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് തന്നെ നോക്കുമ്പോൾ ഈ ഒരു ഏരിയ ചുറ്റും ഇങ്ങനെ കുരുക്കൾ പോലെ, അല്ലെങ്കിൽ വല്ലാത്തൊരു ലുക്ക് വൈസ് അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ചിന്തിക്കും, എൻ്റെ പാർട്ട്ണറിന് ഈ ഒരു അവസ്ഥ കണ്ടാൽ ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ആഫ്റ്റർ മാരേജ് അത് പ്രശ്നമാകുമോ, അറപ്പുണ്ടാകുമോ എന്നൊക്കെ നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം പങ്കാളിക്കാണെങ്കിൽ പോലും അറപ്പുണ്ടാകാനും മടുപ്പ് കൂടാതെ കൈകാര്യം ചെയ്യാനായിട്ടൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഇത് ഒരു രീതിയിലും പകരുന്ന ഒരു അസുഖമല്ല. ഇത് മൂലം യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ലുക്കിൽ മാത്രമാണ് കുറച്ച് പ്രശ്നമുള്ളത്. ഇത് മൂലം നിങ്ങൾക്ക് ഇച്ചിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട്
റെഡിഷ് കളർ അല്ലെങ്കിൽ ഒരു ഡിസ്കളറേഷൻ ഉണ്ടാവുക, അവിടെ അസഹനീയമായിട്ടുള്ള സ്മെല്ല് ഉണ്ടാവുക, അവിടെ എന്തെങ്കിലും ഡിസ്ചാർജ് വരിക, അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വറി ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണ്, അതായത് എൻ്റെ പാർട്ട്ണറിന് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ആഫ്റ്റർ മാരേജ് നല്ലൊരു സെക്ഷൽ ലൈഫ് നിങ്ങൾക്ക് കിട്ടില്ല എന്നൊക്കെ നിങ്ങൾക്ക് സ്വയം തോന്നുകയാണെങ്കിൽ അതിനായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയും, നിങ്ങൾക്ക് കൗൺസിലിംഗ് തരിക. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഈ ഒരു രീതിയിലുള്ള ഒരു പ്രശ്നം കാണാൻ നിങ്ങൾക്കുള്ള ഡിപ്രഷനും സ്ട്രെസ്സും ഒക്കെ ഒഴിവാക്കി തരിക കൗൺസിലിംഗ് മൂലം. കൗൺസിലിംഗ് കൊണ്ട് നിങ്ങളുടെ സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ ഒഴിവാക്കുക. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണ് ഇതെനിക്കൊരു ബുദ്ധിമുട്ടാണ്, എനിക്കിത് റിമൂവ് ചെയ്ത് കളഞ്ഞേ പറ്റുള്ളൂ എന്ന് തോന്നുവാണെങ്കിൽ, നിങ്ങൾ ആ ഒരു ബഡ്ജറ്റൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേസർ സർജറിയും ക്രയോ സർജറിയും ഒക്കെ നോക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് ലേസറിൽ കൂടിയും ക്രയോ സർജറി കൂടിയൊക്കെ ഇത് റിമൂവ് ചെയ്ത് കളയുന്നതായിട്ട് കാണാറുണ്ട്. സോ അല്ലാണ്ട് പ്രത്യേകിച്ച് ഇത് ഉള്ളതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഭാവിയിലോ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്ഷൽ ലൈഫിനോ ഉണ്ടാവില്ല. പിന്നെ ഇതിൽ നേരത്തെ പറഞ്ഞല്ലോ, ലുക്ക് വൈസ് മറ്റൊരു വ്യക്തിക്ക് ഇത് കാണുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം ഇതിപ്പോൾ ഓക്കെ എന്തോ ഒരു കുരുക്കളുള്ള പോലെ എന്ന് തോന്നുന്നു. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റൊരു രീതിയിലുള്ള പ്രശ്നവും ഇതുകൊണ്ട് ഉണ്ടാവില്ല. PPPയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, സർക്കംസൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളെ വെച്ച് നോക്കുമ്പോൾ അൺസർക്കംസൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളിലാണ് ഇത് കുറച്ച് കൂടുതലായിട്ട്, അതൊരു 10-20% കൂടുതലായിട്ട് അൺസർക്കംസൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളിലാണ് ഈ ഒരു PPP കൂടുതലായിട്ട് കാണുന്നത്. ഇത് എന്ന് വെച്ചാൽ സർക്കംസേഷൻ ചെയ്ത വ്യക്തികൾ ഇത് പൂർണ്ണമായിട്ടും ഉണ്ടാവില്ല എന്നല്ല. സർക്കംസേഷൻ ചെയ്തൊരു വ്യക്തികളിൽ ഒരു 12% ആണെങ്കിൽ അൺസർക്കംസൈസ്ഡ് ആയിട്ടുള്ള പുരുഷന്മാരിൽ ഒരു 22%, 22-25% ഒക്കെ ഈ ഒരു PPP പേർലി പീനൈൽ പാപ്പുലസ് ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട്. ഒരു പ്രായപരിധിയിലാണ് 20 വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു 40 വയസ്സ് വരെയൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഒരു പേർലി പീനൈൽ പാപ്പുലസ് കാണപ്പെടുന്നത്. ഒരു 50 വയസ്സ് അല്ലെങ്കിൽ ഒരു 45-48 വയസ്സൊക്കെ ശേഷം മിക്ക ആളുകളിലും ഇതൊന്ന് സബ്സൈഡായി, അതായത് ഇത് ഫെയ്ഡായി തന്നെ ഈ ഒരു കുരുക്കളൊക്കെ അപ്രത്യക്ഷമായിട്ട് വരുന്നതായിട്ടും കാണാറുണ്ട്. അതിന് പ്രത്യേകതരം ട്രീറ്റ്മെന്റ്സ് ആവശ്യമില്ല, പ്രത്യേകതരം ഓയിൻമെന്റ്സോ അങ്ങനെ ഒന്നും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ അപ്ലൈ ചെയ്താൽ ഇത് മാറുകയും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ PPP അല്ലെങ്കിൽ പേർലി പീനൈൽ പാപ്പുലസ് എന്ന് പറഞ്ഞാൽ ഈസ് കോമൺ ആണ്. അത് മിക്ക പുരുഷന്മാർക്കും കാണപ്പെടുന്ന ഒരു രീതിയാണ്. അതൊരു അസുഖമല്ല, അത് ഒരു രീതിയിലും നിങ്ങളെ ഹാം ചെയ്യില്ല. ഇറ്റ്സ് നോട്ട് ക്യാൻസറസ്, ഇറ്റ്സ് നോട്ട് ഇൻഫെക്ഷ്യസ്, ഇറ്റ് ഈസ് നോട്ട് എ സീരിയസ് പ്രോബ്ലം. ഇത് ഒരു രീതിയിലും നിങ്ങൾക്ക് സെക്ഷൽ പരമായിട്ടോ നിങ്ങളുടെ പാർട്ട്ണറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുക അങ്ങനെയൊന്നുമില്ല. ഇത് ലുക്കിൽ മാത്രം ഒരു അരോചകമായി ചിലർക്ക് തോന്നാറുണ്ട്. മറ്റൊരു രീതിയിൽ ഈ PPP കൊണ്ട് ബുദ്ധിമുട്ടേണ്ടതായിട്ടുള്ള യാതൊരുവിധ കാരണങ്ങളുമില്ല. പിന്നെ ഈ ഒരൊറ്റ പ്രശ്നം കാരണം നിങ്ങൾക്ക് സോഷ്യലൈസേഷൻ കുറവാണെങ്കിലോ ഫ്രണ്ട്ഷിപ്പോ ഡേറ്റിങ്ങോ അല്ലെങ്കിൽ മാരേജിന് തന്നെ നിങ്ങൾ വിസമ്മതിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കാം ഈ ഒരു പ്രശ്നത്തിലേക്ക് വേണ്ടിയിട്ട്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് റീകവർ ആകാം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒരു കൗൺസിലിംഗ് തരുന്നതായിരിക്കും. എഗെയിൻ നിങ്ങൾക്ക് അതുകൊണ്ട് കൗൺസിലിംഗ് കൊണ്ടൊന്നും തൃപ്തിയല്ല, നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രയോ സർജറി അല്ലെങ്കിൽ ലേസർ സർജറിക്കൊക്കെ പോകാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു ഡോക്ടറിനെ തന്നെ കണ്ടിട്ട് ഇതിനൊരു പരിഹാരം തേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിന്നിന് എന്തെങ്കിലും ഡിസ്കളറേഷനോ റെഡിഷ്നെസ്സോ എന്തെങ്കിലും ഇച്ചിങ്ങോ അല്ലെങ്കിൽ ബാഡ് സ്മെല്ലോ ഡിസ്ചാർജസോ ഒക്കെ വരുവാണെങ്കിൽ മാത്രമാണ് നിങ്ങളിത് ഒരു ഭയങ്കര വലിയൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് ചികിത്സ തേടുക എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. അല്ലാതെ ഇത് ജസ്റ്റ് ലുക്കിൽ മാത്രമാണ് ഇതൊരു പ്രോബ്ലം ആയിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾക്ക് ഇത് മൂലം യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല, നിങ്ങളുടെ പാർട്ട്ണറിന് ഇതുമൂലം യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കെയർ ചെയ്യേണ്ടതായിട്ടേ ഇല്ല. PPP അല്ലെങ്കിൽ പേർലി പീനൈൽ പാപ്പുലസിനെ കുറിച്ച് പറയാനായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറോ കമന്റ് ബോക്സോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ടോപ്പിക്ക് ഞാൻ പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ അറിയിക്കാവുന്നതാണ്. കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സാപ്പ് നമ്പർ യൂസ് ചെയ്യാവുന്നതാണ്. പുതിയതായിട്ടാണ് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ, താങ്ക് യു.